നമ്മുടെ മോഹങ്ങളൊക്കെ കുറച്ച് ഉള്ളതുപോലെ നടക്കുക എന്നൊന്നും പറയുന്നതാണെങ്കിൽ ആ സമയത്ത് അവിടെ നിൽക്കും. പക്ഷെ ശുക്രമീനത്തിലാണെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുക്രദശയില് നിങ്ങൾ ദേവീക്ഷേത്രവുമായി നന്നായിട്ട് ബന്ധം ഉണ്ടാവുക. ദേവിക്ക് പുതിയ പുതിയ നല്ല നല്ല ഓഫറുകളൊക്കെ കയ്യിൽ വരുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് ചെല്ലുന്നിടത്ത് മുഴുവൻ നല്ലത് വരുന്നത് എന്ന്. നല്ലത് വരുമ്പോഴും നമ്മള് ശ്രദ്ധിക്കണം, അതേപോലെ ദോഷങ്ങൾ ധാരാളം വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മള് ബിസിനസ്സിൽ ഭയങ്കര ഗ്രോത്ത് വരുമ്പോഴും ഇത് എന്താണ് എന്ന് ചിന്തിക്കണം. അത് ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആളി വന്നിട്ട് നഷ്ടപ്പെട്ടു പോകരുതല്ലോ. അപ്പൊ അതുകൊണ്ട് കുറെ ഗ്രോത്ത് വരുമ്പോഴും അതേപോലെ കുറെ നഷ്ടങ്ങൾ വരുമ്പോഴും നമ്മളിത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ പുതിയ പുതിയ ബിസിനസ്സിലും എല്ലാത്തിലും പോയിട്ട് നമ്മൾ കൈയിടും. അപ്പോ അത് നല്ലൊരു സ്ഥാനത്താണെങ്കിൽ ഏറ്റവും നല്ല ഗ്രോത്തിൽ നമ്മൾ എത്തും. അതല്ല പകുതി എത്തുമ്പോൾ നമ്മൾ വീഴുന്ന പോകുന്ന ഒരു ശുക്രനാണെങ്കിൽ, അപ്പൊ അല്ലെങ്കിൽ ആ ശുക്രന്റെ അപഹാര ശനിയുടെ വരെ നിങ്ങൾ നിന്നാ മതി, അത് കഴിഞ്ഞ് ഒരു വർഷക്കാലം നിങ്ങൾ ഒന്ന് പിടിച്ചു നിൽക്ക്, പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ ശരിക്കും പറഞ്ഞു തരും. അപ്പൊ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഈ ശുക്രദശയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോവാം, ഗ്രഹങ്ങൾക്ക് പട്ടുപൂജയൊക്കെ കൊടുക്കുക. പിന്നെ ഈ ശുക്രദശാകാലത്ത് നല്ല വീട്, വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ വാങ്ങുക. ഏറ്റവും പുതിയ കാറ് മേടിക്കാം എന്നൊക്കെയുള്ള തോന്നലുകളും അതിലേക്ക് കുറെ ഇൻവെസ്റ്റ്മെന്റും അതിലേക്ക് കുറെ പൈസ ചെലവാക്കുന്ന ഒരു സമയമാണ്. വീട്, വാഹനം, ഭൂമി, അങ്ങനെയുള്ള പലതരം നല്ലതുകളും ഈ ശുക്രദശാകാലത്ത് വരും. ശുക്രൻ നല്ല സ്ഥലത്തായിരിക്കണം ഇതൊക്കെ കിട്ടുന്നത്. ശുക്രദശയാണെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം കിട്ടണമെന്നില്ല. ശുക്രന്റെ നിങ്ങളുടെ ഗ്രഹനിലയിൽ ശുക്രന്റെ അവസ്ഥ എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഏറ്റവും നന്നായിട്ട് തന്നെ ഈ ശുക്രദശ നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.